ആശാ വർക്കേഴ്സ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് കുന്നുമലിൽ നടന്നു. ആസന്നമായ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്നും ഇതിനായി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കണമെന്നും ആശാ വർക്കേഴ്സ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സമ്മേളനം അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു. NHM സ്ഥിരം സംവിധാനം ആക്കണമെന്നും മിനിമം വേതനം 26,000 രൂപയാക്കണം എന്നുള്ള ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചു. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി കുന്നുമ്മലിലെ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം CITU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ രാജ്യത്തെ സാമൂഹിക സാഹചര്യത്തിൽ പട്ടിണി കിടക്കാതെ ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വരുമാനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല രാജ്യത്തെ ഗവൺമെന്റിനുണ്ടാകുന്നത്. എന്താ ഗവൺമെന്റ് എന്താ പറയുന്നത്? രാജ്യത്തെ ഗവൺമെന്റ് പറയുന്നു തൊഴിലാളികളല്ല, പിന്നെ സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിലാണ് ഞങ്ങൾ അംഗന്മാർ വർക്കന്മാരെ ആശാ വർക്കന്മാരെ ഉച്ചമറ്റ തൊഴിലാളികളെ എല്ലാം കാണുന്നത്. NHM മേഖലയിൽ പണിയെടുക്കുന്ന നഴ്സുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ കാണുന്നു. അപ്പൊ സന്നദ്ധ വളണ്ടിയർമാർക്ക് ശമ്പളം നൽകേണ്ടതില്ല, സന്നദ്ധ വളണ്ടിയർമാർക്ക് ഓണറേറിയമാണ്. ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് VV പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ, A മാധവൻ, P സുനിത, KT സവിതകുമാരി, M മഞ്ജുഷ, PV പ്രീത, നിർമ്മല ബേടകം, P ബീന എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി E രമണി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.